അന്യഗ്രഹ ജീവികളെയും തിരിച്ചറിയാൻ കഴിയാത്ത പറക്കുന്ന വസ്തുക്കളെയും സംബന്ധിച്ച രേഖകൾ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ പുറത്തുവിട്ടു. ദശകങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 161 ഫയലുകളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പരസ്യപ്പെടുത്തിയത്. ഭൂമിയിൽ സാധാരണക്കാർ കണ്ട കാഴ്ചകൾക്ക് പുറമെ ചന്ദ്രനിൽ അപ്പോളോ ദൗത്യത്തിനിടെ ബഹിരാകാശ സഞ്ചാരികൾ നേരിട്ട വിചിത്ര അനുഭവങ്ങളും ഈ രേഖകളിൽ വിവരിക്കുന്നുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ 11, 12, 17 ദൗത്യത്തിലെ സഞ്ചാരികളുടെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്. യാത്രയ്ക്കിടെ വിശദീകരിക്കാനാകാത്ത പ്രകാശ സ്രോതസ് കണ്ടതായി അപ്പോളോ 11 ദൗത്യത്തിലെ യാത്രികൻ ബസ് ആൽഡ്രിൻ 1969 വെളിപ്പെടുത്തിയിരുന്നു. ഇതൊരു ലേസർ രശ്മി പോലെ തോന്നിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോളോ 12 ദൗത്യത്തിൽ പങ്കെടുത്ത അലൻ ബീൻ ചന്ദ്രനിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കുന്ന തിളങ്ങുന്ന കണികകളും വെളിച്ചത്തിന്റെ മിന്നലാട്ടങ്ങളും കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോളോ 17 ദൗത്യത്തിനിടെ ബഹിരാകാശ പേടകത്തിന് പുറത്ത് വലിയ തോതിലുള്ള പ്രകാശ വിസ്ഫോടനങ്ങൾ കണ്ടുവെന്ന് ജാക്ക് ഷ്മിറ്റും വിവരിക്കുന്നു. ഇത് ഐസ് കഷ്ണങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന വെളിച്ചമാകുവാനും സാധ്യതയുണ്ടെന്ന് അവർ അന്ന് വിലയിരുത്തിയിരുന്നു. കൂടാതെ 1965 ജെമിനി 7 ദൗത്യത്തിനിടെ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് ബോമാൻ ലക്ഷക്കണക്കിന് ചെറിയ കണികകൾക്കൊപ്പം ഒരജ്ഞാത വസ്തുവിനെ കണ്ടതായും നാസ മിഷൻ കൺട്രോളിനെ അറിയിച്ചിരുന്നു. 2022 ഇറാഖ്, സിറിയ, UAE എന്നിവിടങ്ങളിൽ നിന്ന് US സൈന്യം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. മിസൈലിന് സമാനമായ ആകൃതിയുള്ളതും എന്നാൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ വസ്തുക്കളെയാണ് ഇവയിൽ കാണുന്നത്. ഇവയെ പരിഹരിക്കപ്പെടാത്ത അജ്ഞാത പ്രതിഭാസങ്ങളെന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. രേഖകൾ പുറത്തുവിട്ടതിനെ അമേരിക്കൻ രാഷ്ട്രീയ ലോകം സമ്മിശ്രമായാണ് സ്വീകരിച്ചത്. ഇതൊരു വലിയ തുടക്കമാണെന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങളായ ടിം ബർച്ചറ്റും അന്ന പൗളിന ലൂണയും പറഞ്ഞു. കൂടുതൽ സുതാര്യത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മുൻ കോൺഗ്രസ് അംഗം മർജോറി ടെയ്ലർ ഗ്രീൻ ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. ഇറാനുമായുള്ള യുദ്ധം, വിലക്കയറ്റം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനുള്ള തന്ത്രമാണിതെന്ന് അവർ ആരോപിച്ചു. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും നേരത്തെ പ്രതികരിച്ചിരുന്നു. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം എവിടെയെങ്കിലും ജീവനുണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും തന്റെ ഭരണകാലത്ത് അതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ രേഖകൾ വരും ദിവസങ്ങളിൽ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുമെന്ന് US പ്രതിരോധ വകുപ്പ് അറിയിച്ചു.